മാത്രമല്ല പിന്നെ ഒരു നൈറ്റ് വ്ലോഗും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു 5:30 ആയപ്പോൾ ഞാനത് ഊഞ്ഞാലാടുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഊഞ്ഞാലാടാൻ. വെക്കേഷനിലായപ്പോൾ ഞങ്ങൾ കെട്ടിയൊരു ഊഞ്ഞാലാട്ടോ. അപ്പോൾ കുറച്ച് നേരം പിന്നെ ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി. ഈവനിങ് ആയതുകൊണ്ട് വെയിലൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ ആകാശം കാണാൻ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ പോയിട്ട് വല്ലതും ഉണ്ടാക്കാൻ വിചാരിച്ചു. കാര്യമായിട്ട് ഉണ്ടാക്കാനൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ചായയിൽ ഒതുക്കി. എനിക്ക് എന്തോ ചായ കുടിക്കാൻ തോന്നി. ഈവനിങ് ഒക്കെ ആയപ്പോൾ ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് ജിഞ്ചർ ടീ നല്ല ഇഷ്ടമാണ്. കാരണം ഇഞ്ചിയൊക്കെ തോനെയുള്ള ഇഞ്ചിയൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നൊരു വെറൈറ്റിക്ക് ഏലക്കായൊക്കെ ഇട്ട് പിന്നെ അത് തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ വറുത്ത ലൈറ്റൊക്കെ ഓണാക്കി. അത് കഴിഞ്ഞതായി ഇഞ്ചി അരിയാണ്. അപ്പോൾ ഇഞ്ചി ചായ പറയുമ്പോൾ തോനെ ഇഞ്ചി ഇടുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. ഞാൻ ആ ചായ കുടിച്ചു. ഇതിൽ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു. ബട്ട് എൻ്റെ അമ്മയ്ക്കല്ല ഇഷ്ടമായി. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഹലോ ഗൈസ്, അപ്പോൾ ഇത്ര നേരെയാണ് ഒരു അടിപൊളിയായിട്ടുള്ള എന്താണ് പേര്, ഹാണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണായിരുന്നു. ഞാൻ അവിടെ കൊടുക്കാം. അതൊക്കെ കഴിഞ്ഞതാ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല മീൻകറിയും പിന്നെ ക്യാരറ്റ് ഉപ്പേരിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഞാൻ ചോറുന്നു ഗൈസ്. പിന്നെ ചോറുന്ന കഴിഞ്ഞത്തെ വീഡിയോ ഇല്ല, പിന്നെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. പിറ്റേ ദിവസം രാത്രിയാണ്. അപ്പോൾ ഇന്ന് അമ്മ ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അതും കൂടി അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഗെയിമാണ്. റോബറി ബോംബ് ആണ് പേര്. അതൊക്കെ കളിക്കുമായിരുന്നു. അപ്പോഴാണ് അമ്മ ആ ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ക്യാരറ്റൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അമ്മ ഉണ്ടാക്കണേ ഞങ്ങൾ നോക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ കുറേ ക്യാരറ്റ് ഉള്ളതുകൊണ്ട് എനിക്കൊരു ക്യാരറ്റ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഒന്നും മടിയായപ്പോൾ ഞാൻ വിചാരിച്ചാണ് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് വെറുതെ തിന്നാൻ വിചാരിച്ചു. അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ കഴുകി ഞാൻ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തു. ഒരു അടിപൊളി ട്രാൻസാക്ഷനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ പാത്രത്തിലാക്കി തിന്നാൻ വിചാരിച്ചു. ഈ ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ ചില പണികളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പണിയാണ് ഈ പുഴുങ്ങി ക്യാരറ്റ് ഞങ്ങളോട് മിക്സിയിലിട്ട് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അമ്മ എന്തോ ചൈന ഗ്രാസൊക്കെ ഇങ്ങനെ അലിയിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പോയി ജസ്റ്റ് 5-6 ഇളക്കൊക്കെ ഇളക്കി വന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാലിലെന്തോ ഉറുമ്പ് വീണപ്പോൾ ഞാൻ അതൊന്നും എടുത്ത്. പിന്നെ ഈ ഒരു ഡേയിൽ ഫുൾ ഓഫ് കുക്കിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച ക്യാരറ്റ് തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്യാരറ്റിനുള്ള ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ അമ്മ കുറേ സ്പൈസസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്നോട് ഓരോ പാത്രത്തിലേക്ക് ആക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ.